വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു ഈവനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഇടാൻ പറ്റിയില്ല. പിന്നെ നമുക്കിങ്ങനെ കണ്ടൻറ്റും ഡെയിലി ടൈമിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്സ് വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോലെ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു. ആങ്ങളെ വരുമ്പോൾ കുറച്ച് നേന്ത്രപ്പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്ന് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പം മാമാനിപ്പം ഗൾഫിൽ നിന്ന് വന്ന് പറഞ്ഞപ്പോൾ അവനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങോട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ കുട്ടികൾക്ക് കുറച്ച് പഴം ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുട്ടികൾക്ക് വൈകുന്നേരം എന്തായാലും ചായക്ക് എന്തെങ്കിലും വേണമല്ലോ, അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാമല്ലേ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ പഴമൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് മാവ് മൈദാമാവ് ഞാനെപ്പോഴും ഗോതമ്പാവിലാട്ടോ ഉണ്ടാക്കുക. അപ്പം ഇന്ന് ഞാൻ മൈദാമാവിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇതൊക്കെ ഒന്ന് കലക്കി റെഡിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എണിച്ചുമോളും അടുക്കളയിൽ കയറിയില്ല ചായ വെക്കാൻ കേട്ടോ. അതിലാ വെക്കണം. അപ്പം ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഞാൻ മൈദ കൊട്ടിയിട്ട് എപ്പോഴും ഗോതമ്പാവിൽ ഉണ്ടാക്കാം, പിന്നെ മൈദയിൽ ഉണ്ടാക്കാൻ കുറച്ച് നട്ടോ, കുറച്ച് മൈദ ഇട്ടാൽ മതി അല്ലേ. പെൻഷൻ്റെ 50 രൂപ. ശരിക്കും ഒറിജിനൽ നോട്ട് പോലെ തന്നെ ഉണ്ടല്ലേ. അള്ളാ ഫാത്തിമ നോക്ക്, ഞാനപ്പോൾ ഉപ്പും പഞ്ചസാരയും മഞ്ഞപ്പൊടി വെല്ലം എത്തി നോക്കണം. മാവിൻ്റെ ആളാണ് കേട്ടോ നമ്മുടെ പാത്തു. കണ്ട മാവ് കണ്ടാൽ മതി. മാവ് അങ്ങോട്ട് വെല്ലം കൊണ്ട് ആറാണ്ട് കളിച്ചിട്ടുണ്ടാവും. മാവ് തിന്നാൻ പറ്റൂല പാത്തുവാ. മാവ് വേണം. പാത്തുവിന് എപ്പോഴും മാവ് വേണ്ട സ്വത്തേ. മാവ് തിന്നാലേ ഒട്ടിപ്പിടിക്കും. ഇപ്പൊന്നും ഇല്ല ഇവിടെ. കാണിച്ചു തരുന്നവള്. മാവ് വേണ്ടത് അമ്മ പഴംപൊരി ഉണ്ടാക്കി തരാം കേട്ടാ. ഗ്യാസൊക്കെ കുടിക്കാൻ പോയിക്കോട്ടെ. ഞാൻ പഴത്തിന് നീളത്തിലാട്ടാ മുറിച്ചിരുന്ന് മാവും റെഡിയാക്കിയിട്ടുണ്ട്. എണ്ണ കുടിച്ചു ചട്ടി അതാ വയ്ക്കാം. അങ്ങോട്ട് വയ്ക്കാം. പുതിയ ചട്ടി ഞാൻ അടുപ്പ് കയ്യിലെ ആവശ്യമില്ല. മാവ് തിന്നാൻ പാടില്ല. അടി കിട്ടും. അത് വലിച്ചിട്ട കേക്ക് ഉണ്ടാക്കി തരാം കുട്ടിക്ക് കേട്ടാ. ബാവ് ഉണ്ടാക്കി തരാ കുട്ടിക്ക്. ബാവ് പഴം വേണം. പഴം കടിക്ക് നാസാക്കാൻ പാടില്ല. കടിച്ചു തിന്നാ കണ്ട. കടിച്ചിട്ട് പോയി. കടിച്ച് ഭാഗം എടുക്കാൻ പറ്റില്ല. കേട്ടോ വാ കുട്ടി തിന്നതാ. വാ ഇതവിടെ വെച്ചിട്ടുണ്ടെന്നാ. വാ അവള് കടിച്ചിട്ടാണ്. ഞാൻ ആദ്യം ഓപ്പണിങ് ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഹായ്. പീസ് ഹാഫാക്കി അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ മെല്ലിട്ട് ഒരിക്കൽ മുട്ട വെച്ച് കുടിച്ചിട്ട് അതിന് ശേഷമാണ് വളരെ നിർത്തുന്നത്. ഇത് പേടിയുണ്ടായി. വേറെ ആകാൻ വേണ്ടി എളുപ്പം അതിലിട്ട് നോക്ക്. കുതിരൊന്നുമില്ല എടുക്കാൻ പറ്റും. സാധനം
ഈ പണിയൊക്കെ ഭയങ്കര പേടിയാട്ടോ. പിന്നെ റിയാസ്ക്കും കുട്ടികളും പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കുക പറഞ്ഞിട്ടാണ്. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ 2 കുട്ടികൾ കിടക്കണം. നല്ല മുസ്ലിം നല്ല സോഫ്റ്റ് ആയിട്ടിട്ട് അടിപൊളിയായിട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചൂടോടെ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് അല്ലേ. പഴംപൊരി ആട്ടോ ഇഷ്ടം. കടികളിൽ വെച്ചിട്ട് ഇഷ്ടം പഴംപൊരിയാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം കമൻറ്റ് ചെയ്യണേ. അടിപൊളിയല്ലേ. ചായ റെഡി ആയിട്ട് നമുക്ക് പഴംപൊരിയും ചായ റിയാസ്ക്കാർക്ക് കൊണ്ട് കൊടുക്കാം കേട്ടോ. അടിപൊളിയേ. അപ്പം നമ്മൾ ചായയും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത്ര വെളിച്ചമുണ്ടായിരുന്നില്ല, ഞാൻ ലേറ്റ് ഇടാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഇനി അതാ കുറച്ചും കൂടി ഉണ്ട് ഉണ്ടാക്കാൻ. നന്ന തിളച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പാചകവും കേട്ടോ. ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. റെഡിയും കൂടി ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പഴംപൊരി. ഞാൻ അപ്പുറം കൂടി മറിച്ചിട്ട് കറക്റ്റാവും. മറിച്ചിട്ട് അതുകൊണ്ട് റിയാസ്ക കുളിച്ച് സുന്ദരനായിട്ട് വന്നിരിക്കുകയാണ്. മുമ്പത്തെ മുടിയൊക്കെ കിട്ടി മോഡലായിട്ട് അതോടെ കുളിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അന്ന് മണപ്പള്ളിക്കാവിൻ്റെ അവിടെ വേലയാണ്. അവിടെ ഇന്ന് പാട്ടുകാരൊക്കെ വരുന്നുണ്ട്. പത്തൊന്നും കൊണ്ടുപോകില്ല. എങ്ങനെയുണ്ട് പഴംപൊരി തന്നെ? അല്ല സൂപ്പറായിട്ടുണ്ടോ? ഇതുണ്ടോ കിട്ടിയോ? ഉച്ചക്കൂട്ടം എന്ത് തിന്നണ മുട്ടായിയാ? എവിടെ നിന്ന് ഇന്നലത്തെ മുട്ടായിയാ? ഇതേതാടി? മാമ. അപ്പം ഞങ്ങളുടെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എങ്ങനെയുണ്ട്? ചായ ഒരു കപ്പ് ചായ പഴംപൊരി അതായിരുന്നോ? ഞാൻ തിന്നത് പുളുങ്കൂര കേട്ടോ. വറുത്ത പുളുങ്കൂര. റെൻസി തന്നാണ്. ഞാനാ പുളുങ്കൂര തിന്നത്. മമ്മീനെ ചായയും പഴംപൊരി അടിച്ചിട്ടുള്ളത്. എനിക്കാ പണി. മമ്മക്ക് തീറ്റ. അവൾക്കുണ്ടോ? എൻ്റെ കുട്ടിക്കില്ലാത്തതാ. അമ്മാൻ സ്വത്തിക്കുന്നോ? എൻ്റെ കുട്ടിക്കില്ലാത്ത പഴംപൊരിയാ. കൊണ്ടേ കൊടു. അങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ ഗേസ് ഞാൻ ചുട്ട പഴംപൊരി ഇങ്ങനെ ഇട്ടിട്ട് പ്ലേറ്റില്ലേ. സൂപ്പർ. നല്ല മുരുമരും ഉണ്ട് കേട്ടോ തിന്നാൻ. നല്ല മുരിഞ്ഞ കടിച്ചു തിന്നാൻ നല്ല അടിപൊളിയാണ്. നീളത്തിൽ ചുട്ട കാരണം ഇന്നാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് ലെവലിൽ വന്നത്. ഇല്ലെങ്കിൽ കടയത്തെ പഴംപൊരി പോലെ ഇപ്പോഴാണ് ശരിയായത് കേട്ടോ. അല്ലെങ്കിൽ കൊളായിട്ട് പോകും. ഞാൻ തേച്ച് നോക്കിയില്ല. നല്ല ഇതാണ്, കുഴപ്പമില്ല. ചായ കുടിക്കണമായിരിക്കും എല്ലാവരും. ചായ കുടിക്കണ അമ്മനെ കുറേ ആൾക്കാർ ചോദിച്ചു. ലൈവിൽ വന്നപ്പോഴും കുറേ ചോദിച്ചു. കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മയുടെ അത് അമ്മനെ കണ്ടോളൂ. ഇടക്കിടക്ക് എനിക്ക് ഇതിൽ ഓരോന്ന് വീഴും. അതാണ് എൻ്റെ ഹോബി. ഇതും കൂടി പൊരിച്ചാൽ കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇതൊക്കെ തന്നെ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും പിന്നെ ഞാൻ പറയണം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ റിയാസ്കയും കുട്ടികളൊക്കെ ചായ കുടിക്കുക കേട്ടോ. അതുപോലെയാണ് കുട്ടി നിന്ന് നന്നായിട്ടോ. അപ്പം ഇനി ഞങ്ങൾ ചായയും പഴംപൊരിയൊക്കെ കഴിക്കട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കൂട്ടുകാരെ. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.